നീ വെക്കേഷനായിട്ട് എന്തിനാണ് ഇത്രയും നാളും കറക്കമായിരുന്നല്ലോ? പിന്നെ എടാ നമുക്ക് ടൂറ് പോയാലോ? എവിടെ ടൂർ ഒന്നും എനിക്ക് വയ്യ, എല്ലായിടത്തും പോയി കിടക്കുക. എന്നാ സിനിമയ്ക്ക് പോയാലോ? സിനിമ വേണ്ട, വേറെ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാലോ? പുതിയതായിട്ട് അതിന് എന്ത് ചെയ്യാൻ? എടാ അച്ഛനമ്മ 2 ദിവസം കഴിഞ്ഞില്ലേ വരുള്ളൂ. ആ നമുക്ക് എല്ലാവർക്കും ഓരോ ബിയർ എടുത്താലോ? ബീറാ? അല്ലെങ്കിൽ വേണ്ട ലിക്കർ എടുക്കാം. ആ ശരി എടുക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഷെയർ ഇട്ടാലോ? ഓ ശരി എടുക്കാം. അതെടുത്ത് കുടിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? നിങ്ങളേ ഉള്ളൂ. ഈ ചില മാമാരെ കണ്ടിട്ടില്ലേ, വെള്ളം അടിച്ചോണ്ടോന്ന് ഉത്സവ പറമ്പിലൊന്ന് ഡാൻസ് കളിക്കണ, പാട്ട് പാടണ, പോലീസിനൊന്നും വായിക്കാതെ കിടന്ന് തുള്ളണ, അടി കൂടണ. പക്ഷെ അവര് വെള്ളം അടിക്കായിരുന്നല്ലോ, മിണ്ടാ പൂച്ചകളാണ്. ശരിയല്ലേ നീ പറഞ്ഞ? ശരിയല്ലേ? നമ്മുടെ അവിടെ ഉണ്ടല്ലേ അടിച്ച് പാമ്പായി കിടക്കണം, പിറ്റേ ദിവസം ഒന്നും ഓർമ്മ കാണത്തില്ല. ഇത്രേ ഉള്ള ഇതൊക്കെ തന്നെയാണുള്ളത്. അല്ലടിയാ, നമ്മളെ പ്രായത്തിലുള്ള പയ്യന്മാരും കുടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ചെയ്താൽ എന്താണ്? നമ്മളത് ചെയ്താൽ അവരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മളെ അച്ഛന്മാരും മാമന്മാരും ചേട്ടന്മാരൊക്കെ കുടിക്കും, അത് കണ്ട് നമ്മളും കുടിക്കുന്നെങ്കിൽ നമ്മൾ മണ്ടന്മാരല്ലടാ. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതിൽ നല്ല കാര്യമായിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ നമ്മളെന്തിനാ അത് ചെയ്യാൻ നിൽക്കുന്നത്? നമ്മളെ ഈ പ്രായം എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ പോകാനും മോശമായിട്ടുള്ള രീതിയിൽ പോകാനുള്ള പ്രായമാണിത്. നമ്മൾ അച്ഛനമ്മമാരെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന പ്രായമാണ് നമ്മളിപ്പോൾ. നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികൾ പല തെറ്റുകളും ചെയ്യുമായിരിക്കും, അവർ ചെയ്തോട്ടെ. നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും അവർക്ക് വേണ്ടിയെങ്കിലും ജീവിക്കണം. നമ്മൾ ഈ പ്രായത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? എടാ, നമുക്ക് ചെയ്യാൻ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. ആർക്കും ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും ആരെയും ദ്രോഹിക്കരുത്. കാരണം നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്തിരുന്നാലും മോശപ്പെട്ട കാര്യം ചെയ്തിരുന്നാലും ആ പേര് വന്ന് വീഴുന്നത് നമ്മൾ അച്ഛനമ്മമാർക്കാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്തിരുന്നാലും ഇന്നവരുടെ മോനാണ്, ഇന്നവൻ്റെ മോനാണ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഇതൊരു ഐഡൻറ്റിറ്റി വന്നിട്ടില്ല. കാരണം നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അച്ഛൻ്റെ അമ്മ പേരിലേ പോവുള്ളൂ. നമ്മൾ എന്ത് ചെയ്തിരുന്നാലും ഒന്ന് ആലോചിക്കുക. നമ്മളെ ചേട്ടന്മാരും മാമന്മാരും നാട്ടുകാരും എന്ത് വേണോ ചെയ്തോട്ടെ, അതുകൊണ്ട് നമ്മൾ ചെയ്യരുത്. നമ്മളെ അമ്മമാരെ ഓർത്തെങ്കിൽ